സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഏറ്റവും പുതിയ ട്രെയിലറിൽ പീറ്റർ പാർക്കർ തന്റെ DNA മ്യൂട്ടേഷനെ പറ്റി ബ്രൂസ് ബാനറിനോട് പറയാൻ പോകുന്ന സമയത്ത് അദ്ദേഹം തന്റെ കയ്യിൽ ധരിച്ചിരിക്കുന്ന ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ് പീറ്റർ പാർക്കറിനെ കാണിക്കുന്നുണ്ടല്ലോ. ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ ഹൾക്കിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഹൾക്ക് പുറത്തേക്ക് വരാതിരിക്കാനോ ഒക്കെ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ്. ഇവിടെ ഈ സീനിൽ ബ്രൂസ് ബാനർ ആ ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ് പീറ്റർ പാർക്കറിനെ കാണിക്കുമ്പോൾ ആ ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ഡിവൈസിൽ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ ലോഗോ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം ടോണി സ്റ്റാർക്കും ബ്രൂസ് ബാനറും വളരെ നല്ല സുഹൃത്തുക്കളാണ്. മാത്രമല്ല അവർ രണ്ടുപേരും അറിയപ്പെടുന്നത് സയൻസ് ബ്രോസ് എന്നാണ്. ഷീ ഹൾക്ക് അറ്റേണി അറ്റ് ലോ എന്ന സീരീസിൽ സ്മാർട്ട് ഹൾക്ക് ജെനിഫർ വോൾട്ടേഴ്സിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. Where are we? Mexico. This is where I spent the blip fixing myself and integrating the Hulk banner identities. Yeah, Tony built it for me a few years ago. Tony Stark. അതെ, മെക്സിക്കോയിൽ സ്മാർട്ട് ഹൾക്കിന് സ്വന്തമായിട്ട് ഒരു ലാബ് വരെ ടോണി സ്റ്റാർക്ക് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ ഗാഡ്ജറ്റ്സോ സ്റ്റാർക്ക് ടെക്നോളജിയോ ഒക്കെ ഉപയോഗിക്കാൻ ടോണി സ്റ്റാർക്ക് ബ്രൂസ് ബാനറിന് നേരത്തെ തന്നെ അനുവാദം കൊടുത്തിട്ടുണ്ടാകാം. സോ ആ കാരണം കൊണ്ട് തന്നെയാകാം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ ബ്രൂസ് ബാനർ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ് ഉപയോഗിക്കുന്നത്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഏറ്റവും പുതിയ ട്രെയിലറിൽ പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാൻ ദ ഹാൻഡ് എന്ന നീഞ്ച ഓർഗനൈസേഷന്റെ നീഞ്ചാസിനോട് പോരാടുന്നതായിട്ട് നമ്മൾ കണ്ടല്ലോ. ഇവിടെ ഈ സീനിൽ സ്പൈഡർമാൻ ദ ഹാൻഡിന്റെ നീഞ്ചാസിനോട് പോരാടാൻ തയ്യാറാകുമ്പോൾ സ്പൈഡർമാന്റെ കയ്യിൽ വെബ് ഷൂട്ടേഴ്സ് ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ആദ്യത്തെ ട്രെയിലറിൽ, അതായത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലറിൽ സ്പൈഡർമാൻ ദ ഹാൻഡിന്റെ നീഞ്ചാസിനോട് പോരാടുമ്പോൾ സ്പൈഡർമാൻ തന്റെ വെബ്സ് മാത്രം ഉപയോഗിച്ച് ദ ഹാൻഡിന്റെ ഒരു നീഞ്ചയുടെ സ്വാഡ് രണ്ടായിട്ട് ഒടിച്ചു കളയുന്ന സമയത്ത് ഇവിടെ സ്പൈഡർമാന്റെ കയ്യിൽ വെബ് ഷൂട്ടേഴ്സ് ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് മാർവൽ സ്റ്റുഡിയോസിന്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് വല്ലതും ആകുമോ? അല്ലെങ്കിൽ ദ ഹാൻഡ് എന്ന ഓർഗനൈസേഷന്റെ നീഞ്ചാസിനോട് പോരാടുന്ന സമയത്ത് സ്പൈഡർമാന്റെ ഓർഗാനിക് വെബ്സ് കാരണം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വെബ് ഷൂട്ടേഴ്സ് തെറിച്ചു പോയതാണെങ്കിലോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ചെയ്യുക. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായ വേൾഡ് ടൂർ പ്രോഗ്രാംസിലും ഇന്റർവ്യൂസിലുമൊക്കെ സെൻഡയ അപ്പിയർ ചെയ്തത് ബ്ലാക്ക് സിൽവർ കളർ ഔട്ട്ഫിറ്റുകളിലാണ്. സെൻഡയ മൂവിയുടെ പ്രൊമോഷൻസിനൊക്കെ ബ്ലാക്ക് സിൽവർ കളർ ഔട്ട്ഫിറ്റുകളിൽ തുടർച്ചയായിട്ട് അപ്പിയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മാർവൽ ഫാൻസിന്റെ ഇടയിൽ അതൊരു ചർച്ചാ വിഷയമായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും. ആ കാരണം കൊണ്ട് തന്നെ ഇന്റർനെറ്റിൽ ഇപ്പോൾ കറങ്ങി നടക്കുന്ന റൂമേഴ്സും തിയറീസും ഒക്കെ പ്രകാരം സെൻഡയുടെ ബ്ലാക്ക് സിൽവർ കളർ ഔട്ട്ഫിറ്റുകൾ ടീസ് ചെയ്യുന്നത് സ്പൈഡർമാന്റെ ബ്ലാക്ക് സിംബിയോട്ട് സ്യൂട്ടിനെ ആണെന്നാണ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ അവസാനത്തോടെ പീറ്റർ പാർക്കർ മരണപ്പെടുമെന്നും എന്നാൽ സ്പൈഡർമാൻ നോവേ ഹോമിൽ വെനം എന്ന സിംബിയോട്ട് ഇട്ടിട്ട് പോയ വെനത്തിന്റെ തന്നെ ഒരു ചെറിയ ഭാഗം ഉണ്ടായിരുന്നല്ലോ, ആ വെനം മരണപ്പെട്ട് കിടക്കുന്ന പീറ്റർ പാർക്കറുമായിട്ട് ബോണ്ട് ആകുന്നതോടെ അവൻ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്നും പിന്നീട് സ്പൈഡർമാൻ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിൽ റിട്ടേൺ ചെയ്യുമെന്ന് കാണിക്കുന്നതോടെ മൂവി അവസാനിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. വെനം എന്ന സിംബിയോട്ടുമായിട്ട് ബോണ്ടായ സ്പൈഡർമാൻ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിൽ അപ്പിയർ ചെയ്യുന്നതാകും നല്ലത്. കാരണം സീക്രട്ട് വാർസ് എന്ന കോമിക്കിലാണ് ആദ്യമായിട്ട് സ്പൈഡർമാൻ ബ്ലാക്ക് സ്യൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലറിൽ സ്കോർപിയൻ എങ്ങനെയാകാം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കോർപിയൻ സ്യൂട്ട് നിർമ്മിച്ചത്? ആ സ്യൂട്ട് മാഗാർഗൻ തന്നെ നിർമ്മിച്ചതായിരിക്കുമോ? അതോ മറ്റാരെങ്കിലും സ്പൈഡർമാനെ വകവരുത്താൻ മാഗാർഗന് സമ്മാനിച്ചതായിരിക്കുമോ? നമുക്കറിയാം സ്പൈഡർമാൻ ഹോം കമ്മിങ്ങില് ഏഡ്രിയൻ ടൂംസ് അഥവാ വൾച്ചർ തന്റെ സ്യൂട്ട് നിർമ്മിച്ചത് ഏലിയൻ ടെക്നോളജി ഉപയോഗിച്ചാണെന്ന്. അതായത് ദി അവഞ്ചേഴ്സ് എന്ന മൂവിയിൽ അവഞ്ചേഴ്സും ചിറ്റോരി ഏലിയൻസ് തമ്മിൽ നടന്ന ന്യൂയോർക്കിലെ ബാറ്റിലിന്റെ അവസാനം ന്യൂയോർക്ക് സിറ്റിയിൽ അവശേഷിച്ച ചിറ്റോരി ഏലിയൻസിന്റെ അവശിഷ്ടങ്ങളൊക്കെ ശേഖരിച്ചാണ് ഏഡ്രിയൻ ടൂംസ് തനിക്കായിട്ട് വൾച്ചറിന്റെ സ്യൂട്ടൊക്കെ നിർമ്മിച്ചത്. എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ നടന്ന അവഞ്ചേഴ്സും താനോസ് തമ്മിലുള്ള ബാറ്റിലിന്റെ അവസാനം അവിടെ അവശേഷിച്ച ചിറ്റോരി ഏലിയൻസിന്റെ അവശിഷ്ടങ്ങളൊക്കെ ശേഖരിച്ചാകാം മാഗാർഗനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ സ്കോർപിയന്റെ ഈ ഹൈടെക് സ്യൂട്ട് നിർമ്മിച്ചിട്ടുണ്ടാവുക. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഏറ്റവും പുതിയ ട്രെയിലറിൽ പീറ്റർ പാർക്കർ തന്റെ ഫ്രണ്ട്സായ നെഡിന്റെയും MJയുടെയും ടിക്ടോക്ക് വീഡിയോസ് കണ്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. പീറ്റർ പാർക്കർ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. പേരൻസ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല, മെന്റർ ഇല്ല, ഫ്രണ്ട്സ് ഇല്ല. അവന്റെ സീക്രട്ട് ഐഡന്റിറ്റി ആയ സ്പൈഡർമാൻ എന്ന ഐഡന്റിറ്റിയെ ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഓൾറെഡി പീറ്റർ പാർക്കറിനെ ലോകത്തുള്ള എല്ലാവരും മറന്നിരിക്കുകയാണ്. പീറ്റർ പാർക്കർ ആരാണെന്നോ അവൻ എവിടെ നിന്നാണോ വന്നതെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഈവൻ നെഡിനോ MJയ്ക്കോ പോലും പീറ്റർ പാർക്കർ ആരാണെന്ന് അറിയത്തില്ല. സ്പൈഡർമാൻ നോവേ ഹോമിന്റെ അവസാനത്തോടെ നെഡും MJയും MITയിലെ ആദ്യത്തെ സെമസ്റ്ററിലേക്ക് പ്രവേശിക്കുന്നു എന്ന രീതിയിലാണ് കാണിച്ചത്.
ഇപ്പോൾ ഈ ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നെഡും MJയും MITയിലെ അവസാന സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ എന്തായാലും ഒന്നുറപ്പിക്കാം, അതായത് സ്പൈഡർമാൻ നോ വേ ഹോമിന് 4 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന്.